നോക്കിട്ടോ. ഇന്നത്തെ ഹിന്ദു ഉണ്ടോ? ഞങ്ങളിവിടെ ഇന്ത്യൻ എക്സ്പ്രസ്സാ വരുത്തുന്നത്. അകത്ത് ഏതോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ പോലെ. കുഞ്ഞോ? അവൻ മിമിക്രി പ്രാക്ടീസ് ചെയ്യാ. പോടാ. അവൻ വരുന്നുണ്ട്. എന്റെ അളിയാ, ഇന്നലത്തെ ഒരു നൈറ്റ് ലൈഫിൽ മറക്കാൻ പറ്റത്തില്ല. നല്ല കിളി പോലത്തെ ഒരു പെണ്ണ്, ഒരു തമ്പുരാട്ടിക്കുട്ടിയാ. ഒരു രാത്രിത്തെ റിലേഷനെ ഉള്ളെങ്കിലും കല്യാണം കഴിക്കാൻ തോന്നിപ്പോയി. ഞാനൊരു കുളി പാസ്സാക്കിയിട്ട് വന്നിട്ട് ഡീറ്റെയിൽസ് പറയാം. ഏതാ രാത്രി കൊച്ച്? നിന്റെ പെങ്ങൾ ഒളിനും വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഏത് അയൽവക്കത്താരില്ലോ? അല്ല. പിന്നെ ഏതാ? അത് തന്നെ ഞങ്ങൾക്ക് അറിയേണ്ടത്. ആരുടെയാടാ കൊച്ച്? അളിയാ, എന്താ ഇത്? സത്യം പറയണം. ആ കിടക്കുന്ന കുഞ്ഞ് ആരുടേതാണെന്ന് ഇപ്പൊ പറഞ്ഞോണം. എനിക്കെങ്ങനെ അറിയാം? നിനക്കറിയത്തില്ലല്ലേ? എടാ, ആശാ ചെറിയന്റെ ആണോ, എലിസബത്തിന്റെ ആണോ, അമൃതകുമാരിയുടെ ആണോ, ഏത് കുമാരിയുടെ ആണെങ്കിലും ഒന്ന് പറ. എവിടാ പെങ്ങൾ ഒളിനും? ഓരോന്ന് ഒപ്പിച്ചിട്ട് തമാശ പറയാ. പിന്നെ ഇത് നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങളെ ഏൽപ്പിക്കും. ഏത് പെണ്ണിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്? എനിക്കെങ്ങനെ അറിയാൻ പറ്റും? നിനക്കേ പറയാൻ പറ്റൂ. അത് ഇതുമായിട്ടെന്ത് ബന്ധം? കണ്ടോ, കൊച്ചിന്റെ ദേഹത്ത് കണ്ട അതേ മറവ് അതേ സ്ഥാനത്ത് ഇവന്റെ ദേഹത്തുണ്ട്. അത് കൊള്ളാം. രൂപതാദർശമുള്ള ഒരു മരം കൊണ്ടെന്ന് വിചാരിച്ചു കുട്ടി എന്റെ അങ്ങനെ വർത്തമാനം പറയുന്നത്. വേണ്ട വേണ്ട വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എന്തായിരുന്നു ഇവിടെ? ബോണിക്ക് അങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റാറില്ല. അപ്പൊ അക്കൗണ്ട്സ് സെറ്റ് ചെയ്ത് റെസീറ്റ് മേടിക്കാറുണ്ടെന്ന്. ആ റെസീറ്റ് അവിടെ കിടക്കുന്നത്. എടാ, എവിടെങ്കിലും പോയി എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്തസ്സോടെ സമ്മതിക്കേ. അതിനാണ് സർക്കാർ ഓരോ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിനക്കൊരു 50 പൈസ മുടക്കിട്ട് പോകാറുണ്ടല്ലോ. ബാക്കിയുള്ളവർ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ. നിർത്തടാ. എന്താ കാര്യം? എന്താ കാര്യം കാണിച്ചു തരാം. എടുത്തു വിടാ. ഇന്നാ സ്വന്തം അച്ഛന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഇനി അച്ഛനായി മോളായി. ഓടെ ഉണ്ണികൃഷ്ണ, വിനോദേ, ഒരക്ഷരം മിണ്ടി പോരുത്. രാവിലെ തൊട്ട് ഞങ്ങളും കൂടെ അനുഭവിക്കുന്നത്. ഫാമിലി റൂം അവിടെ. പോടാ പോടാ. ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. ഇവിടെ പറയുന്നത് കേൾക്കണേ. തുറക്കടാ ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. വിനോദേ, നീ എങ്ങനെ തുറക്കടാ? അയ്യോ, കൊച്ചു കരയുന്നടാ. കളി തമാശ കളയാനാ പറയുന്നേട്ടാ. എടാ വിനോദേ, തുറക്കടാ പുല്ല, തുറക്കടാ. ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. അയ്യേ, എടാ ഉണ്ണികൃഷ്ണ, ഓടിവായോ, കൊച്ചു അപ്പിട്ടടാ. അയ്യേ, എടാ വിനോദ, കഥ തുറക്കടാ. അയ്യേ, എന്താടാ ഉണ്ണികൃഷ്ണ, കൊച്ചു അപ്പിട്ട് എന്റെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ചേ. കൊണ്ടുപോകണം. ആ പൈപ്പിന്റെ മൂട്ടിലെങ്ങനെ കൊണ്ട് കഴിവോ? ഒന്ന് കഴുകി തന്നാ ഞാൻ എടുത്തോളാം. എനിക്ക് പരിചയമില്ല. എടാ, ഞങ്ങൾക്ക് ക്രാങ്ങളുടെ ചന്ത കഴിക്കലല്ലേ ജോലി. കൊണ്ടുപോകണേ. ഈ പൈപ്പെങ്കിലും ഒന്ന് തുറന്നേടേ. സ്വന്തമായിട്ടൊക്കെ തുറന്നോണ്ടാ മതി. ആ ഡൈനിങ് ടേബിൾ ചീത്തയാക്കരുത്, പറഞ്ഞേക്കാം. പോടാ.
ശരിക്കും കഴി. ഇനി ഒന്ന് പിടിക്കോ, എന്റെ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യാനാ. സൗകര്യമില്ല. ഗുഡ് നൈറ്റ്. കരയാതെ. അയ്യോ, കാക്കക്കുഞ്ഞിന്റെ വായാണെങ്കിലും ചീർക്കാഴി കോയുന്നതിന്റെ സൗണ്ടാ. മിണ്ടരുത്. നീ ഇത്ര കാലത്ത് തന്നെ എവിടെ പോന്നു? ഇന്ന് മോർണിംഗ് ഫ്ലൈറ്റിൽ ഞങ്ങളുടെ MD വരുന്നുണ്ട്. എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ പോണം. MD എയർപോർട്ടൊക്കെ മനസ്സിൽ ഇരുന്നാ മതി. കുട്ടിയെ നോക്കാൻ നീ അങ്ങനെ മുങ്ങണ്ട. MD അല്ല, നിന്റെ അപ്പൻ സാക്ഷാൽ വർക്കിച്ചേട്ടൻ വരുന്നെന്ന് പറഞ്ഞാലും നിന്നെ ഞങ്ങൾ വിടത്തില്ല. വിട്ടാ നീ മുങ്ങും. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, കളി മാസം കാണിക്കരുത്. പോവാതിരിക്കാൻ പറ്റത്തില്ല. MD എന്ത് വിചാരിക്കും? അവനെ വിടാ. MD വരുന്നത് ചെവിയെ തുറന്നിട്ട് പോണം. ജോലി പോകുന്ന പ്രശ്നമാണ്. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ. ബൈ. ഡേയ്, ഉണ്ണികൃഷ്ണ, നിന്നോളെ, നിന്നോളെ. ഡേയ്, ഉണ്ണികൃഷ്ണ. ആഷി, ആഷി നിക്കവിടെ. ആഷി ഓടില്ലേ? ആഷി, ആഷി, ആഷി. നിങ്ങൾ എന്തിനാ ഇപ്പൊ ചോട്ട് വന്നത്? അങ്കിൾ ഞങ്ങളുടെ പട്ടി. പട്ടിയാ? ഏതാ അങ്കിൾ ഈ ഓ, കുട്ടി? ഈ കുട്ടിയും പട്ടിയും. ഇത് അങ്കിളുടെ കുട്ടിയാ? ആ ചെറിയ വായി വലിയ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ഇതിന് മുഖത്ത് എഴുതി വെച്ചിരിക്കുന്ന എന്റെ കുട്ടിയാണെന്ന്. മനുഷ്യനെ നാറ്റിച്ച് അടങ്ങും. ഞങ്ങൾ ഇതിനൊന്ന് കൊണ്ടുപോയിക്കട്ടെ? ആ, കൊണ്ടുവയ്ക്കോ, കൊണ്ടുവയ്ക്കോ. പക്ഷെ തിരിച്ചു കൊണ്ടുവരുന്നത്. ആ ആ, എല്ലാരെയും കാണിച്ചിട്ട് ഇപ്പൊ കൊണ്ടുവരാം. ചതിക്കണ്ടേ? പൊയ്ക്കോ, പൊയ്ക്കോ. മിണ്ടരുത്. ഇനി ഇറങ്ങ് ബാവോ. നമുക്ക് ഐസ്ക്രീം മേടിച്ചു തരാം ബാവോ. എന്താ എന്താ കാര്യത്തിലായി കരയുന്നത് ബാവോ? അയ്യോ, ആരെങ്കിലും കേട്ടാ ബാവോ. അയ്യോ, എന്റെ ദൈവമേ ബാവോ. ഇതേതായി കുട്ടി? ഇതിന്റെതാണല്ലോ ഇന്നലെ കേട്ട കരച്ചിലും പ്രശ്നമൊക്കെ. എന്ത് പ്രശ്നം? ആ, ഞാനും ആകെ പ്രശ്നത്തിലാ. ഇതിന്റെ കല്ലും നെല്ലും തിരിഞ്ഞിട്ട് ബാക്കി കാര്യം. ഇതാര കുട്ടിയാണ്? ഉണ്ണികൃഷ്ണന്റെ. ഉണ്ണികൃഷ്ണൻ സാറിന് ആ, അങ്ങേര് ബാച്ചിലേഴ്സ് ആണല്ലേ പറഞ്ഞു? അല്ല, വിനോദിന്റെ. സൂപ്പറും ബാച്ചിലേഴ്സ് ആണല്ലോ. അല്ല, അത് മോനി സാറേ, എന്നോട് വേണോ ഇത്? കുട്ടിയെ കണ്ടാൽ അറിഞ്ഞൂടെ ആ കണ്ണും മൂക്കും ഏതാണ്ട്? സാറേ സാരല്ല, ചെറുപ്പക്കാരാവുമ്പോ ഇത്തരം പല അബദ്ധങ്ങളും സംഭവിക്കും. ഇതുപോലെ എത്രയോ അബദ്ധങ്ങൾ പല രാജ്യത്തും കഴിഞ്ഞു വന്നിട്ടുള്ളവനാണ് ഈ ഞാൻ. ആ പോട്ടെ, കൊച്ചിന്റെ തള്ളനെ വിളിക്ക്. കൊച്ചിന് തള്ളയൊന്നുമില്ല. ഇത് ടെസ്റ്റ് ട്യൂബ് ശിശുവാ? പൊന്നു മൂസാക്ക, ചതിക്കരുത്. ഇങ്ങനെ ഒരു കൊച്ചിനെ ഇവിടെ കണ്ട കാര്യം പുറത്ത് ആരോടും പറയരുത്. മൂസാക്ക, ഇതെന്റെ ലൈഫിന്റെ പ്രശ്നമാണ്. നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ ഇത് അറിയരുത്. പ്രോമിസ്. ശരി, ഞാനിതാരോടും പറയുന്നില്ല. ആ കുട്ടിന്റെ കരച്ചിലൊന്ന് മാറ്റിന്ന് വല്ല പാലോ വെള്ളം കൊടുക്കാൻ നോക്കി. അവനാന്റെ കുട്ടികളൊക്കെ ആവുമ്പോ മൂസാക്ക, പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല, എന്നെ വിശ്വസിക്കാം. പടച്ചോന്റെ ഒരു കളി. നേരെ ചൊവ്വ നിക്കാതെ വെച്ച് കുട്ടികൾ ഉണ്ടായാൽ ഇങ്ങനെ ഒത്തിട്ടൂല. ഇത് കൃത്യം ബോണി സാറിന് അപ്പടി എടുത്തു വെച്ചിരിക്കല്ലേ. മൂസേ, ആ കുട്ടി അയാളുടെ ആണെന്ന് തന്നോട് പറഞ്ഞു? അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ഇങ്ങനെ ഒരു കുട്ടിനെ കിട്ടിയ കാര്യം പുറത്ത് പറയരുതെന്ന് ബോണി സാറിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അപ്പൊ അതിലെന്തോ ഒരു പന്തികേടില്ലേ? ഉണ്ടല്ലോ. ഇപ്പൊ ബോധ്യായല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്ന്. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഒരു വിലയില്ലല്ലോ. വസന്തരെ, ഒരു കുഞ്ഞു വന്ന് വീട്ടിൽ കയറാന്ന് വെച്ചാൽ അതിൽ പര ഐശ്വര്യം എന്താ? ഈശ്വരന്റെ വരപ്രസാദാണ് കുഞ്ഞുങ്ങൾ എന്നല്ലേ പഴമൊഴി? ദേ ഉണ്ണി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്.